ബിഗ് ബോസ് മലയാളം സീസൺ 7 ചെറിയൊരു കാര്യം പറയണമെന്ന് തോന്നി. റീന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ടുണ്ട്. ഈ വ്യക്തിനെ ഞാൻ 1-2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ. സീസണിൽ വന്നപ്പോൾ ഈ കുട്ടി എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണല്ലേ എന്നുള്ളത്. അപ്പം ആൾ എടുത്ത് പറയണം, പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടിപൊളി ഗെയിമറാണ് കേട്ടോ. നിൽക്കേണ്ട അടുത്ത് നിൽക്കുകയുള്ളൂ. എവിടെ അടിക്കണം, എങ്ങനെ അടിക്കണം എന്നൊക്കെ പുള്ളിക്കാരിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ചെറിയ പ്രായമുള്ളൂ, പക്ഷേ ആ കുട്ടിയുണ്ടല്ലോ വേറെ ലെവലാണ്. അടിക്കേണ്ട സമയത്ത് അടിച്ചിട്ടുണ്ട്. പക്ഷെ വെറുപ്പിക്കാണ്ടിരിക്കുക. ഈ ലെവലിൽ പോയാൽ മതി. ഈ ഇക്കയും റീനയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഈ മറ്റേ രസികനെ പറ്റി പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം അയാളെ മാത്രം ഇങ്ങനെ ചുമ്മാ എല്ലാവരും കൂടെ അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവർ കിടക്കയില്ലേ. ശരിയാണ്, ബാക്കിയുള്ള ഇത്രയും ആൾക്കാർ കിടക്കയില്ല. അയാളെ മാത്രം കോർണർ ചെയ്താൽ എന്തൊരു കളി ചെയ്ത് ഒരു രസമാണത്. അത് ആ രീതിയിൽ നിൽക്കണം. പക്ഷേ പുള്ളിക്കാരിക്ക് അത് വളരെ വ്യക്തമായിട്ട് ഷാനവാസിന് 1-2 പേർക്ക് ഡൗട്ടൊക്കെ, അല്ലെങ്കിൽ 3-4 പേര് ആ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ 3-4 പേർക്കും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരോട് പറയേ. ഇനി അടുത്തത് അനീഷ് വന്നിട്ട് കുറച്ച് എന്തെങ്കിലും വിളമ്പുമ്പം നേരെ വന്ന് എല്ലാവരും കൂടെ കിടന്ന് ചാടും. നടക്കാൻ പോണത്. എന്തായാലും റീന ഫാത്തിമ നോട്ട് ദ പോയിൻറ്റ്. പുള്ളിക്കാരി നോക്കി വെച്ചോ, വേറെ ലെവലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ പോട്ടെ, പൊളിക്ക്.